ഇത് റൊമാനിയാണ്. ഇത് നീലമാണ്. ഇത് കല്ലാമ. ഇത് മൂന്നും സിന്ദൂരമാണ്. അത് കാലാപ്പാടി. ഇത് നാട്ടുമാങ്ങ എന്ന് പറയും. ഇത് ഗ്രേപ്പാണ് ഈ മാങ്ങ. ആപ്പിൾ മാങ്ങ എന്നും പറയുന്നത്. ആപ്പിൾ മാങ്ങ. ആപ്പിൾ കണക്കാണ് ഇരിക്കുന്നത്. നടുക്ക് കുഴിഞ്ഞു നല്ല. ഈ ഒരു മാങ്ങാക്കടയിൽ വന്നു കഴിഞ്ഞാൽ ഒരേ സമയം ഒരൈറ്റം മാങ്ങ മാത്രമല്ല പല ഐറ്റത്തിലുള്ള മാങ്ങകൾ ഇവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ ഈ ഒരു കടയുടെ വിശേഷങ്ങളും ഇവിടെ എന്തൊക്കെ ഐറ്റംസ് മാങ്ങ ഉണ്ട് എന്നുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചേട്ടാ ഈ ഒരു ഐറ്റം ഏതാണ് ചേട്ടാ? ഇത് റൊമാനിയാണ്. ഇതെല്ലാം രണ്ട് റൊമാനിയാണ്. റൊമാനിയ. ഈ രണ്ട് തട്ടിയിരിക്കുന്നത് റൊമാനിയ. ഇത് റൊമാനിയ. തൊട്ട് താഴെ ഇരിക്കുന്നത് ഇത് നീലമാങ്ങ. നീലമാങ്ങ. നീലമാങ്ങ നമ്മുടെ നാടൻ മാങ്ങയാണോ? അല്ലല്ല, ഇതൊക്കെ വരവാണ്. നമുക്ക് ഇവിടെ നാടൻ മാങ്ങ കിട്ടത്തില്ലല്ലേ? ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ നീലമാങ്ങ തന്നെ കിട്ടത്തില്ല. ഈ ഒരു ഐറ്റം കേട്ടാ? ഇത് കല്ലാമ. അങ്ങനെ ഒരു ഇനം ഉണ്ട്. കല്ലാമ ഉണ്ട്. അത് നമ്മളിവിടെയും കിട്ടും. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് മാങ്ങ. ഇത് മരവാണത്. ഇത് കല്ലാമ. ഇത് രണ്ട് കല്ലാമ തന്നെ. കല്ലാമ ഐറ്റമാണ്. ഈ ഒരു കുഞ്ഞു മാങ്ങ? ഇത് മൂന്നും സിന്ദൂരമാണ്. സിന്ദൂര മാങ്ങ. സിന്ദൂരം. ഈ ഒരു കാണുന്നതിന് സിന്ദൂരം. ഇതും സിന്ദൂരമാണ്. ഇത് സിന്ദൂരമാങ്ങയാണ്. സിന്ദൂരമാണ്. ഇത് മധുരം കൂടുതലുള്ള ഐറ്റം. അത് നല്ല മധുരമുള്ള മാങ്ങയാണ്. അത് ജ്യൂസ് അടിക്കാനൊക്കെ നല്ല മാങ്ങ. എന്ന് വെച്ചാൽ നാര് കുറവാണ് അതിൽ. ജ്യൂസ് അടിക്കാനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് സിന്ദൂര മാങ്ങ എന്ന് പറയുന്ന ഈ മാങ്ങ. സിന്ദൂര മാങ്ങ എന്ന് വെച്ചാൽ നാരില്ല അതിൽ മാങ്ങ. ഈ ഒരു ഐറ്റമാണ് ജ്യൂസ് അടിക്കാൻ അധികമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ ഒരു പച്ച നിറത്തിയിരിക്കുന്ന കാലാപ്പാടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലുതായി കിട്ടൂല മാങ്ങ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് മാങ്ങ കിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വലുതായിട്ട് എല്ലായിടത്തും വരൂല. അത് കഴിഞ്ഞ സീസൺ ഇല്ലായിരുന്നു ആ മാങ്ങ. ഇപ്പം ഈ സീസൺ മാങ്ങ കിട്ടിയതാണ്. എന്നുവെച്ചാൽ അത് നല്ല മാങ്ങ. നമ്മളെ കോട്ടഗുണം പോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് മാങ്ങ. ഇന്നലെ ആൾക്കാർ മാങ്ങ ചോദിച്ചു വന്നത്. വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് അത്. നല്ല ഉറപ്പുള്ള മാങ്ങയാണ് അത്. എന്നിട്ട് മാവ് ടൈപ്പാണ് അത്. ഇത് നാട്ടുമാങ്ങ എന്ന് പറയും. ഇത് നാട്ടുമാങ്ങ. നാട്ടുമാങ്ങ. പക്ഷെ നല്ല മധുരമുള്ള മാങ്ങയാണ് അത്. തീർന്നത് ഇത്രയും. പിന്നെ ഇത് നല്ല മധുരമുള്ള മാങ്ങ. നാട്ടുമാങ്ങ. ഇത് ഗ്രേപ്പാണ്. ഈ മാങ്ങ ഗ്രേപ്പ് ഉണ്ടായിരുന്നു. അത് തീർന്നത്. അത് നല്ല മധുരമുള്ള മാങ്ങയാണ്. ഈ ഒരു ടൈപ്പ് ഗ്രേപ്പ്. ഗ്രേപ്പ് എന്നാ പറയാ. ചേട്ടാ ഇവിടെ മാങ്ങ സീസണിൽ എപ്പോഴും ഇവിടെ ഉണ്ടാവും? മാങ്ങ സീസണിൽ മാങ്ങ എല്ലാ ഐറ്റങ്ങളും വെറൈറ്റികളും കാണാം. എല്ലാ വെറൈറ്റികളും ഉൾപ്പെടുത്തും. എല്ലാ വെറൈറ്റികളും കാണും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാങ്ങ ആകുമ്പോൾ മാങ്ങ സീസണല്ലേ, ഒരുപാട് ഐറ്റങ്ങൾ വെറൈറ്റികളൊക്കെ വന്നു തുടങ്ങും. മാങ്ങ സീസണിൽ എപ്പോഴും ഈ ഒരു സ്ഥലത്ത് ചേട്ടൻ ഉണ്ടാവും. എല്ലാ വർഷമാണ്. പിന്നെ ഈ ഇപ്പം മാങ്ങ കഴിയുമ്പോൾ അടുത്ത റംബൂട്ടാൻ. ചേട്ടൻ പറഞ്ഞ റംബൂട്ടാനായിരിക്കും വരുന്നത്. റംബൂട്ടാൻ പിന്നെ ഒരുപാട് വേറെ ഐറ്റങ്ങൾ, ഓറഞ്ച്, അങ്ങനെ ആപ്പിള്, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും കാണും. പറയാം ഇതൊക്കെ ആന്ധ്ര മാങ്ങയാണ്. ഇത് ആന്ധ്ര മാങ്ങ. നല്ല സൈസ്, നല്ല മധുരമാണ്. പിന്നെ ആപ്പിൾ മാങ്ങയെന്ന് പറയുന്നത്. ആപ്പിൾ മാങ്ങ. എന്നുവെച്ചാൽ ആപ്പിൾ കണക്കാണ് ഇരിക്കുന്നത്. നടുക്ക് കുഴിഞ്ഞു നല്ല കൂടുതൽ പറയണ ആപ്പിൾ മാങ്ങയെന്ന് എല്ലാവരും വന്ന് പറയും. ആപ്പിളിന്റെ ആകൃതി ആപ്പിൾ മാങ്ങയെന്ന് പറയും. ആപ്പിൾ മാങ്ങ. അതിന്റെ പേര് റൊമാനിയ എന്നാണ്. ആന്ധ്രയിൽ നിന്നും വരും. നമ്മൾ തമിഴന്മാരെ മാങ്ങ വരും. തമിഴന്മാര് അവിടെ നിന്ന് വരും. തമിഴ്നാട്ടിൽ നിന്നും വരും. പിന്നെ ഇതൊക്കെ ആന്ധ്ര മാങ്ങയാണ്. ആന്ധ്ര മാങ്ങ നല്ല സൈസ്, നല്ല മധുരം കൂടുതൽ കിട്ടുന്ന ആന്ധ്ര മാങ്ങയാണ്. അതായത് നമ്മളിവിടെ തമിഴന്മാരെ അത്ര വലിയ മാങ്ങ നല്ല ടേസ്റ്റ് കാണുന്നില്ല. കൂടുതലും പറഞ്ഞാൽ ആന്ധ്രയാണ്. ആന്ധ്ര മാങ്ങയാണ് നല്ലത്. സപ്പോർട്ട് ചെയ്യാൻ ഏതായാലും ആന്ധ്രയാണ് നല്ലത്. ഈ ഒരു ഐറ്റം ഇത് നീലമാങ്ങ. ഇത് ചെറുതാണ്, മീഡിയം സൈസാണ്. ഇതിന് നല്ല വലുത് വരും. 1.5-2 കിലോയ്ക്കകത്തുള്ളതൊക്കെ ഉണ്ട്. അത് ഇവിടെ ഉണ്ടായിരുന്നു. അത് തീർന്നത്. ഇന്ന് വന്നത് ചെറുതാണെങ്കിൽ നല്ല മധുരമാണ്. നമുക്ക് ഓരോ മാങ്ങയിൽ ഓരോ ടേസ്റ്റാണ്. പല ടേസ്റ്റാണ്. അത് കഴിക്കുമ്പോൾ അത് വേറെ വ്യത്യാസം വരും. ഇത് കഴിക്കുമ്പോൾ ഇത് വ്യത്യാസം വരും. അത് അതേപോലെ എല്ലാം ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. ഈ മാങ്ങ എവിടെ നിന്നാണ് വരുന്നത് കേട്ടോ? മാങ്ങ ഫസ്റ്റ് തുടക്കം നമ്മളെ തമിഴന്മാരെ മാങ്ങയാണ് പറഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്നാണ് ആദ്യമായിട്ട് മാങ്ങ പറഞ്ഞത്. അത് കഴിഞ്ഞ് അതായത് പകുതി ആകുമ്പോഴേ നമ്മൾ പിന്നെ ആന്ധ്ര മാങ്ങകൾ കിട്ടും. ആന്ധ്ര, കർണാടക അങ്ങനെയുള്ള മാങ്ങ കിട്ടും. നമ്മൾ കൂടുതൽ കഴിക്കുന്ന ടേസ്റ്റുള്ളത് ആന്ധ്ര, കർണാടക അങ്ങനെ മാങ്ങകളാണ്. തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞാൽ വലിയ ടേസ്റ്റ് കാണൂല. ചിലപ്പോഴൊക്കെ കാണും. ചിലപ്പോൾ അവർ ഫസ്റ്റ് എല്ലാം കൂടെ പറിച്ച് കയറ്റി കാണിച്ച് വിടുന്നത്. പിഞ്ചും എല്ലാം കൂടെ മിറ്റും പറയും. പിന്നെ ഏറ്റവും പരിപാടി നല്ല വിളഞ്ഞ് വന്ന മാങ്ങ ആന്ധ്രയാണ്. ഇതിൻ്റെ നമ്മൾ കൂടുതൽ മാങ്ങ കിട്ടുന്നത് ഇപ്പം സീസണ് നീലമാങ്ങ ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. അതാണ് ലാസ്റ്റ് മാങ്ങ തീരുന്നവരെ നീലമാങ്ങ മാത്രമേ കാണൂ. നീലമാങ്ങയാണ് അവസാനം കാണുന്നത്. അതിപ്പം മാങ്ങ വില കുറവാണ്. അപ്പം നമ്മൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ, 1 മാസം കൂടെ കഴിയുമ്പോൾ നീലമാങ്ങ വില കുറയും. ഇത് കൂടെ കുറയും. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ 1 മാസം കഴിയുമ്പോൾ അത് വില കൂടും. വില കൂടുമ്പോൾ 80 രൂപ 100 രൂപയൊക്കെ ആവും. നീലമാങ്ങ സീസൺ കഴിയുമല്ലേ, പിന്നെ മാങ്ങ കാണൂലല്ലേ. അപ്പോൾ നീലമാങ്ങ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള മാങ്ങ വെറൈറ്റി സിന്ദൂരമൊക്കെ തീരാറായി. ഇത് ഇടയ്ക്കിടയ്ക്ക് സിന്ദൂര മാങ്ങ മാത്രമേ വരുള്ളൂ. അപ്പം ഇടയ്ക്ക് കിട്ടിയോണ്ടാണ് മാങ്ങ കിട്ടിയത്. ഫസ്റ്റ് ഇറങ്ങുന്നത് സിന്ദൂര മാങ്ങ. സിന്ദൂരം പിന്നെ മൂവാണ്ടൻ മാങ്ങ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇറങ്ങുക. അതായിരിക്കും തുടക്കം. സീസൺ തുടങ്ങുന്നതിന്റെ ആദ്യം വരുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ കർപ്പൂര മാങ്ങ ഉണ്ട്. അത് നല്ല മാങ്ങയാണ്. അത് ഫസ്റ്റ് ഇറങ്ങുമ്പോൾ 260 രൂപയ്ക്കാണ് എൻ്റെ വില. നമ്മുടെ കേരളത്തിലും ഉണ്ട്. അത് കേരളത്തിലാണ് അത് കൂടുതലുള്ളത്. നമ്മൾ കർപ്പൂരവും കോട്ടുകുണവും നമ്മളിവിടെ ഉണ്ട്. നമ്മൾ കൊല്ലം ഭാഗത്തൊക്കെയാണ് കൂടുതൽ കിട്ടുന്നത്. കേരളത്തിന്റെ തനത് രുചി. അത് നല്ല മാങ്ങയാണ്. നല്ല അടിപൊളി
ഇട്ട് വ്യത്യാസം കൂടുതൽ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് വിറ്റാലും മുതലാവണത് ആ മാങ്ങയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാങ്ങ എല്ലാവരും വന്ന് ചോദിക്കണം മാങ്ങ ഇല്ലാതെ അപ്പോൾ കിട്ടൂല അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ വരാം അത് കാണിച്ചാലും പഴക്കമില്ല ചില പഴുത്ത് പോകുമ്പോൾ പുഴുവായിരിക്കും കയറി വന്നത് ആൾക്കാർ കഴിച്ചു പോകുന്ന വാങ്ങിക്കണം ഇന്നലെ വേറെ ഐറ്റം ഡിമാൻഡുള്ള മാങ്ങ ഏതാണ്? ഡിമാൻഡ് കൂടുതലുള്ളത് നീലമാങ്ങയ്ക്ക് ഡിമാൻഡുണ്ട്, സിന്ദൂരം ഡിമാൻഡുണ്ട്, പിന്നെ ഇതും നല്ല ഡിമാൻഡുണ്ട് റൊമാനിയ. അതൊക്കെ പെട്ടെന്ന് ഒരുപാട് കിട്ടൂല, പെട്ടെന്ന് സീസൺ തീർന്ന മാങ്ങയാണ് അതൊക്കെ. സീസൺ തീരുന്ന പിന്നെ അതും നല്ല ഡിമാൻഡുള്ള കാലാപ്പടി നല്ല മാങ്ങയാണ്. നല്ല നമ്മളെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് കിട്ടൂല മാങ്ങ. അങ്ങനെ പേര് അത് തമിഴ്മാർ അവരുടെ പേരാണ് നമുക്കറിയില്ല. പിന്നെ ഒരുപാട് ഐറ്റം വെറൈറ്റി മാങ്ങകളുണ്ട്, പക്ഷെ അതൊന്നും വന്നില്ല. ഇന്നലെയൊക്കെ വേറെ ഉണ്ടായിരുന്നു, ഈ മാങ്ങ വേറെ ഐറ്റം ഉണ്ടായിരുന്നു. അത് ഇന്നപ്പോഴാണ് കൊണ്ടുവന്നത്. ഇതിലങ്ങനെ പുഴുവിന്റെ പ്രശ്നം ഇതിലൊന്നും പുഴുവിന്റെ പ്രശ്നമൊന്നുമില്ല. ഇത് നല്ല നല്ല വെറൈറ്റി ഐറ്റങ്ങൾ മാങ്ങ. നമ്മൾ സിന്ദൂരൊന്നും പുഴു കയറണമല്ല, നീല മാങ്ങ അതേ കണക്കിന്. ഒരുപാട് ഓവർ പഴുപ്പാണെങ്കിൽ മാത്രമേ പുഴു കയറുള്ളൂ. പിന്നെ കാലാപ്പടി എന്ന് പറയുന്നത് നല്ല മാങ്ങയാണ്, അത് പുഴുവേ കയറുള്ളൂ. നമ്മൾ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കുള്ളൂ. ഇതിൽ ഏറ്റവും ഡിമാൻഡുള്ള മാങ്ങ, ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് വരുന്ന മാങ്ങ ഓരോരുത്തരും ഓരോ ആൾക്കാർ ഓരോ വ്യത്യാസങ്ങളാണ്. ഓരോരുത്തർ ചിലപ്പോൾ നീല മാങ്ങ ഇഷ്ടപ്പെടുന്ന, ചിലപ്പോൾ ഒരു കല്ലാമാങ്ങ വരും, ചിലപ്പോൾ പഞ്ചവർണ്ണമായ വരും, കാലാപ്പടി വരും, പിന്നെ കോട്ടുപണം. പിന്നെ ഏറ്റവും ഡിമാൻഡ് കൂടുതൽ കോട്ടുപണം മാങ്ങയാണ്. ഇവിടെ എപ്പോ വന്നാലും വെറൈറ്റി ഐറ്റംസ് കിട്ടും. അടുത്ത മാങ്ങ വരും, അടുത്ത മാങ്ങ വെറൈറ്റി ഐറ്റംസ് ഒരുപാട് ഉൾപ്പെടുത്തിയാണ് ഇവിടെ. ഇന്ന് കൊണ്ടുവന്ന മാങ്ങയാണ് പറയുന്നത്. ഇത് ചിലപ്പോൾ നാളെ വരുമ്പോൾ ഈ ഐറ്റം ആയിരിക്കില്ല, വേറെ ഐറ്റം ആയിരിക്കും കാണുന്നത്. ഇന്നലെ സിന്ദൂരല്ലേ, ഇന്നലെ വേറെ ഐറ്റം മാങ്ങകളുണ്ടായിരുന്നു. സിന്ദൂരല്ല വേറെ ഐറ്റം ഉണ്ടായിരുന്നു. ഒരേ ദിവസം ഓരോ ഐറ്റങ്ങളാണ് പറഞ്ഞത്. ഓരോരുത്തർ വരുമ്പോൾ ഓരോ ഐറ്റമാണ് മാങ്ങനെ ചോദിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ചിലവർ ഇതുണ്ടാകുന്നത്, ചിലവർ വയ്ക്കും കോട്ടുകണം ഉണ്ടാകുന്നത്, ചിലവർ ഇന്നലെ വന്ന് കാലാപ്പടി ഉണ്ടാകുന്നത്. അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ വെറൈറ്റികളുണ്ട്. സിന്ദൂര മാങ്ങ എപ്പോഴും ഡിമാൻഡ് ആണല്ലേ? സിന്ദൂരം നല്ല മധുരമാണ്, നല്ല മധുരമാണ്. ജ്യൂസ് അടിക്കാൻ കൂടുതൽ ഉപയോഗിക്കണം. അതാണ് എന്നുവെച്ചാൽ അത് നാരില്ല, നമുക്ക് ജ്യൂസ് അടിച്ചാൽ അത് കുടിക്കാൻ പറ്റും. മറ്റേ ഈ മാങ്ങയൊക്കെയാണെങ്കിൽ നല്ല നാരുള്ള മാങ്ങയാണ്, ഇതൊന്നും ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കില്ല. പിന്നെ സപ്പോർട്ട, ആ മാങ്ങ ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കും. അല്ല ഇതേപോലെ ഇരിക്കും, നല്ല വലിയ മാങ്ങയാണ് സപ്പോർട്ട. അതും ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കും, അതും ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കും. ബാക്കിയൊന്നും ഉപയോഗിക്കാവില്ല. പിന്നെ നാരിങ്ങ മിക്സിയിൽ അരയില്ല. അത് ചേട്ടൻ്റെ ഈ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് എവിടെയാണ്? ഇത് നമ്മൾ കോലിയക്കോട്, അതായത് പോത്തങ്കോട് വെഞ്ഞാറമൂട് പോകുന്ന റൂട്ടില് കോലിയക്കോട് ഇടത് ഭാഗത്ത് ചേട്ടൻ എപ്പോഴും ഉണ്ടാവും. മാങ്ങ സീസൺ ആണെങ്കിൽ മാങ്ങ ഉണ്ടാവും, റംബൂട്ടാൻ സീസൺ ആണെങ്കിൽ റംബൂട്ടാൻ ഉണ്ടാവും. മറ്റെന്തൊക്കെ ചേട്ടൻ ഇവിടെ കച്ചവടം ചെയ്യാറുണ്ട്? എല്ലാം ഉണ്ട്. നമ്മൾ ആപ്പിൾ ഐറ്റങ്ങൾ, വെറൈറ്റി ഐറ്റങ്ങൾ ഒരുപാട്, പൈനാപ്പിൾ, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ കഴിഞ്ഞു. പൈനാപ്പിൾ നീ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, മഴയൊക്കെ ആയതുകൊണ്ട് പൈനാപ്പിൾ കിട്ടാൻ വഴി. സീസൺ അനുസരിച്ച് കിട്ടുന്ന ഫ്രൂട്ട്സ് എല്ലാം ചേട്ടൻ ഇവിടെ ഉൾപ്പെടുത്താറുണ്ട്. എല്ലാം ഉൾപ്പെടുത്താറുണ്ട്. ചേട്ടൻ്റെ പേര്? നസീർ. നസീർ. വീട് ഇവിടെ അടുത്ത് തന്നെ? വീട് തൊട്ടപ്പുറത്ത് തന്നെ. എത്ര നാളായി ഈ ഒരു മേഖലയിൽ കച്ചവടം? 6-7 വർഷമായി. 6-7 വർഷമായിട്ട് ചെയ്യുന്നു. ഇവിടെ ഈ ഒരു സ്ഥലത്ത് അല്ല, വേറെ കമ്പനിയിലാണ് പോയിക്കൊണ്ടത്. അവിടെ അവർ മതിയാക്കിയപ്പോഴാണ് ഇവിടെ വന്നത്. പരമാവധി വെറൈറ്റി ഐറ്റംസ് ചേട്ടൻ ഉൾപ്പെടുത്താറുണ്ട്. വെറൈറ്റികൾ ഒരുപാട് വെറൈറ്റികൾ ഇട്ടതാണ്. മാങ്ങ ഇറങ്ങി തുടങ്ങിയപ്പോൾ വേറെ വെറൈറ്റികളായിരുന്നു. അപ്പം ഈ മാങ്ങ ഇറങ്ങി തുടങ്ങുമ്പോൾ ഇതാണ് വെറൈറ്റികൾ. മാങ്ങ സീസണിൽ കിട്ടാവുന്ന പരമാവധി വെറൈറ്റി ഐറ്റംസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. കിട്ടും. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ റൂട്ടിൽ പോകുമ്പോൾ ചേട്ടനെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങണം. മാങ്ങയുടെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് ഇവിടെ ലഭ്യമാണ്.